ഇന്നത്തെ ഡ്യൂട്ടി എലഗന്റ് ഷോപ്പിലാണ് കേട്ടോ. ആവിക്കയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഓരുണ്ടെങ്കിൽ ഒന്ന് അടിയെങ്കിലും കൂടായിരുന്നു എന്നുള്ളൊരു മിസ്സിങ് വന്ന് ശരിക്കും. കുറേ നേരം പുറത്തേക്ക് നോക്കിയിരുന്ന് നല്ല മഴ. പിന്നെ വായി നോക്കിയിരിക്കുന്നതിനൊരു പരിധിയില്ലടേ. അപ്പോഴാണ് കോള് വന്നത്, നമ്മുടെ അക്കാദമിയിൽ എക്സാം എഴുതിയിട്ടുള്ള കുട്ടികളുടെ റിസൾട്ട് വന്നെന്നുള്ളത്. പിന്നെ അത് നോക്കാനുള്ള ഒരു ആവേശമായിരുന്നു കേട്ടോ. റിസൾട്ട് നോക്കി കഴിയുമ്പോൾ നല്ല വിശപ്പിൻ്റെ വിളി വന്നിട്ടോ. അപ്പം നേരെ ടിപ്പീനും എടുത്തിട്ട് നേരെ ഡ്രസ്സിങ് റൂമിലേക്ക് കയറി. കുറേ കാലമായി നിലത്തിരുന്ന് ഫുഡ് കഴിച്ചിട്ട്. അപ്പം ഇന്ന് നിലത്തിരുന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ച്. ശരിക്കും ഫുഡ് കഴിക്കുമ്പോഴും നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു ആവിക്കാൻ. കാരണം ഈ സമയത്ത് വർത്താനം പറഞ്ഞു മടി കൂടി ഇരുന്ന് കഴിക്കേണ്ട സമയമാണ്. എല്ലാ ഭാര്യമാർക്കും അങ്ങനെയാന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കുന്ന സമയത്ത് ശരിക്കും ഭർത്താവിനെ നല്ല പോലെ മിസ്സാവാറുണ്ട്, എന്നും ഒരുമിച്ച് കഴിക്കുന്നവരാണെങ്കിൽ. പിന്നെ നേരെ വന്നിട്ട് ഡയറി എടുത്തിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു സൂക്കടുണ്ട്. എനിക്ക് നാളെ ചെയ്യേണ്ട കാര്യങ്ങളും ഇന്നത്തെ കാര്യങ്ങളും അക്കാദമിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ ഡയറിയിൽ എഴുതി വെക്കാറുണ്ട്. എൻ്റെ ലക്ഷ്യങ്ങളും അച്ചീവ്മെൻറ്റും എല്ലാം എഴുതി വെക്കാറുണ്ട്. അങ്ങനെ എഴുതി വെച്ചാലേ സക്സസ് ആവും എന്നുള്ളൊരു ഇതെനിക്കുണ്ട്. പിന്നെ നോക്കുമ്പോൾ 2 കസ്റ്റമർ വന്ന് അവർ എല്ലാ ഓർണമെൻറ്റ്സും നോക്കി തട്ടിലുള്ളതെല്ലാം വലിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒതുക്കി വെക്കുന്നൊരു ചടങ്ങാണ്. ഇല്ലെങ്കിൽ ആവിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെവിടെ ഇതെവിടെ എന്ന് വെച്ചിട്ട് ആകപ്പാടും ഒച്ചപ്പാടും ബഹളമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വരുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം എല്ലാം എടുത്തു വെക്കുക എന്നുള്ളതിലായിരുന്നു ഞാൻ. ചടപടേ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഞാൻ റെഡിയാക്കി പഴയതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പണിയൊക്കെ വളരെ ക്ലീൻ ആക്കി ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവിക്ക് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കാം.